ഹലോ, നമുക്കിനി ഡ്രസ്സിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഡ്രസ്സ് അതിൻ്റെ കേസിൽ ഒരു ഹൊറിസോണ്ടൽ ലോഡ് 20 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് പിൻ ജോയിനിൽ. അതുപോലെ തന്നെ ഒരു 40 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് സ്പിൻ ജോയിനിൽ. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 മീറ്ററും ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 8 മീറ്ററാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് DK 2J - R നമുക്ക് കിട്ടുന്നത് 2 ആണ്. സോ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ പിൻ ജോയിനിലെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷനാണ് നമ്മൾ സിസ്റ്റം കോർഡിനേറ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് മാർക്ക് ചെയ്യുക, ഓരോ മെമ്പറിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 എന്ന് മാർക്ക് ചെയ്തു. ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എലിമെൻറ്റിന് നമ്പർ ചെയ്യുക കേട്ടോ, അത് ഫസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഓരോ നമ്പർ ചെയ്ത എലിമെൻറ്റിൻ്റെയും എലിമെൻറ്റ് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾ എലിമെൻറ്റിന് കറക്റ്റ് നമ്പർ ചെയ്യാം. അപ്പം ഓരോ എലിമെൻറ്റിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏതാണോ എലിമെൻറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. 1 2 3 ഇതിവിടെ ഇങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് എലിമെൻറ്റ്, സെക്കൻഡ്, തേർഡ് എലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് KG മെട്രിക്സ് ചെയ്താൽ പറ്റും. അതായത് അതിൻ്റെ ലെങ്ത്ത് വേണം, മെമ്പറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ എലിമെൻറ്റിന് ആദ്യം നമ്പർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ DK കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു ഫിഗർ വരച്ചിട്ട് അതിൻ്റെ എലിമെൻറ്റിന് നമ്പർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക ഓരോ എലിമെൻറ്റിൻ്റെയും. അതിനുശേഷം നമ്മുടെ ഗ്ലോബൽ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ. സോ ഗ്ലോബൽ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് DKൻ്റെ വാല്യൂ 2 ആണ് കിട്ടിയത്. സോ നമ്മൾ സ്പിൻ ജോയിനിൽ R1 R2 എന്ന് പറയുന്ന ഗ്ലോബൽ കോർഡിനേറ്റിനാണ് നമ്മൾ സിസ്റ്റം കോർഡിനേറ്റായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും R1 R2. ഓക്കെ, സിസ്റ്റം കോർഡിനേറ്റ്. ഇനി നമ്മളെ ബൗണ്ടറി കണ്ടീഷനാണ്. ബൗണ്ടറി കണ്ടീഷൻ നമ്മുടെ ഫസ്റ്റ് എലിമെൻറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇതാണ് ഫസ്റ്റ് എലിമെൻറ്റ്. ഓക്കെ, ഈ എലിമെൻറ്റാണ് ഫസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ നോക്കാം. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആ എലിമെൻറ്റിൻ്റെ 1 2 ഇവിടെയാണുള്ളത്. ആ 1 2 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ എന്തെങ്കിലും സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ 1 0 2 0. നെക്സ്റ്റ് 3 and 4. 3ക്കും 4നും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ R1 and R2 എന്ന് പറയുന്ന സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. സോ R1 R2. ഓക്കെ, ഇനി സെക്കൻഡ് എലിമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് എലിമെൻറ്റ്. അതിൻ്റെ 1 and 2 എന്ന് പറയുന്ന കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം കോർഡിനേറ്റ് നോക്കുക. 1 and 2നും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ ഒന്നും ചൂസ് ചെയ്തിട്ടില്ല സിസ്റ്റം കോർഡിനേറ്റ്. സോ 0 0 വരും. നെക്സ്റ്റ് 3 and 4ന് കറസ്പോണ്ടിങ് ആയിട്ട് R1 and R2. ഓക്കെ, നെക്സ്റ്റ് തേർഡ് എലിമെൻറ്റ് ഇതാണ് തേർഡ് എലിമെൻറ്റ്. അതിൽ 1 and 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുമില്ല. സോ 0 0. 3 and 4ന് കറസ്പോണ്ടിങ് ആയിട്ട് R1 and R2 എന്ന് പറയുന്ന സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ബൗണ്ടറി കണ്ടീഷൻ വരുന്നത്. ഇനി നമ്മൾ അടുത്തത് KG മെട്രിക്സ് കണ്ടുപിടിക്കലാണ്. KG മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എന്ത് വേണം? ആംഗിൾ കണ്ടുപിടിക്കണം, ഓരോ മെമ്പറിൻ്റെ ആംഗിൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലിമെൻറ്റ് ഇതാണ്, ഇത് സെക്കൻഡ് എലിമെൻറ്റ്, ഇത് 1 ഇത് 2 ഇത് 3 ഇങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1 2 3. അപ്പോൾ 1 എന്ന് പറയുന്ന എലിമെൻറ്റിലേക്ക് ഈ ഹൊറിസോണ്ടൽ ആക്സിസിന് 1 എന്ന് പറയുന്ന എലിമെൻറ്റിലേക്കുള്ള ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിളാണ് θ1 എന്ന് പറയുന്നത്. അടുത്ത 2ലേക്കുള്ള ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിൾ θ2, ദെൻ 3ലേക്കുള്ള ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിൾ θ3. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, θ1 θ2 ആൻഡ് θ3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ θ1 θ2 ആൻഡ് θ3 നിങ്ങൾ കണ്ടുപിടിക്കുക. നമുക്കിവിടെ ഇതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ലെങ്ത്തും വെച്ചിട്ട് ട്രിഗ്നോമെട്രിക് റിലേഷൻ വെച്ചിട്ട് നിങ്ങൾ θ1 θ2 θ3 കണ്ടുപിടിക്കുക. ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതാണ് θ1 θ2 ആൻഡ് θ3ൻ്റെ വാല്യൂ. ദെൻ KG മെട്രിക്സ് എഴുതുക. ശ്രദ്ധിക്കേണ്ടത് ലെങ്ത് ആണ്, ഓരോ മെമ്പറിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. L1 L2 L3 കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് മെമ്പറിൻ്റെ ലെങ്ത്ത് 5 മീറ്ററാണ് നമുക്ക് കിട്ടുന്നത്. സോ A/5. സെക്കൻഡ് മെമ്പർ 5 മീറ്റർ കിട്ടും, തേർഡ് മെമ്പർ A/4 കിട്ടും. ദെൻ KG മെട്രിക്സ് എഴുതിയിട്ട് അതിനകത്ത് ബൗണ്ടറി കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് K മെട്രിക്സ് ലാസ്റ്റ് ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്, K മെട്രിക്സ്. സോ ഇനി അതിനുശേഷം R മെട്രിക്സ് കണ്ടുപിടിക്കുക. R മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ? K ഇൻവേഴ്സ് ഇൻറ്റു ക്യാപിറ്റൽ R ആണ്. ക്യാപിറ്റൽ R മെട്രിക്സ് എന്ന് വെച്ചാൽ ഇവിടെ കട്ടായി പോയിട്ടുണ്ട്, നിങ്ങൾ എഴുതുക. ക്യാപിറ്റൽ R മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ R മെട്രിക്സ് നമ്മൾ ഈ സിസ്റ്റം കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെയുള്ള ലോഡ്. അപ്പോൾ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് 20 സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് സോ പോസിറ്റീവ് 20. R2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ഇവിടെ ഡൗൺവേർഡ് ആണ് 40 ഉള്ളത്, R2 അപ്വേർഡ് ആണ്, സോ -40 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ R മെട്രിക്സ് വരുന്നത്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സ്മോൾ r കണ്ടുപിടിക്കുക. ദെൻ Q1 കണ്ടുപിടിക്കുക. Q1 എന്ന് വെച്ചാൽ KE1 ഇൻറ്റു എന്താണ് മെട്രിക്സ് A ഇൻറ്റു മെട്രിക്സ് Q എന്ന് വരും. ഓക്കെ, മെട്രിക്സ് Q എന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ 0 0 R1 R2 അല്ലേ. അപ്പോൾ 0 0 R1 എന്ന് പറയുന്നത് 39. R1 എന്ന് പറയുന്നത് ഇതാണ്, R2 എന്ന് പറയുന്നത് ഇതാണ്. സോ 39.603 -277.7 ഇൻറ്റു 1/AI ഉണ്ടാവും കേട്ടോ. ആ 1/AIയും ഇവിടെയുള്ള AIയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ AI ഈ Q1ൻ്റെ കൂടെ ഇൻറ്റു AI എന്ന് കൂടി വന്നിട്ടുണ്ട്. അത് തെറ്റാണ്, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും AI ക്യാൻസൽ ചെയ്ത് പോകുന്നുള്ള കാര്യം. ഓക്കെ, അത് അറിയാതെ എഴുതി പോയതാണ് അവിടെ. അപ്പോൾ
AI ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും Q1 ആൻഡ് Q2 ആൻഡ് Q3. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. എന്നിട്ട് ഇതിൻ്റെ ഡയഗ്രാം കൂടി വരക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. ഈ ട്രസ്സിൻ്റെ കേസിൽ DK കണ്ടുപിടിക്കുക. 2J - R ചെയ്യുമ്പോൾ നമുക്ക് DKൻ്റെ വാല്യൂ 3 കിട്ടും. അപ്പോൾ DKൻ്റെ വാല്യൂ 3 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏതൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത്, സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇവിടെ എക്സ്റ്റേണൽ ലോഡ് കണ്ട, ആ എക്സ്റ്റേണൽ ലോഡുള്ള പോയിന്റിൽ എന്തായാലും നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്യണം. ഈ ഒരു ടൈപ്പ് ഓഫ് ട്രസ്സിൻ്റെ കേസിൽ, നമ്മൾ ബ്രേസ്ഡ് ട്രസ്സിൻ്റെ കേസിൽ, പിൻ ജോയിനഡ് അല്ലാതെ ബ്രേസ്ഡ് ട്രസ്സിൻ്റെ കേസിൽ. അപ്പോൾ R1 R2 എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ഇവിടെ 1 and 2 നമ്മളിവിടെ ചൂസ് ചെയ്യണം എന്തായാലും. ഓക്കെ, അതിവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് 3 സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ്? DKൻ്റെ വാല്യൂ 3 ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ 1 and 2 ചൂസ് ചെയ്തു. പിന്നെ നമുക്ക് എവിടെയാണ് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ റോളർ സപ്പോർട്ടാണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല ആ റോളർ സപ്പോർട്ടിന്. സോ നമ്മൾ അതുകൂടി നമ്മളെ സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. 1 2 3 എന്ന് പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം കോർഡിനേറ്റ്സ് വരും. ശ്രദ്ധിക്കുക, എക്സ്റ്റേണൽ ലോഡുള്ള പോയിന്റിൽ സിസ്റ്റം കോർഡിനേറ്റ് ആയി, എക്സ്റ്റേണൽ ലോഡുള്ള പോയിന്റിനെ അവിടെ എക്സ്റ്റേണൽ ലോഡ് എവിടേക്കാണുള്ളത് അവിടെ നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്യുക. R1 R2. ഓക്കെ, ദെൻ ഈ സപ്പോർട്ടിൽ ഉള്ള റോളർ സപ്പോർട്ടാണ്. സോ അവിടെയുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷനെ നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എലിമെൻറ്റ്സിന് ആദ്യം നമ്പർ ചെയ്യുക. 1 2 3 4 എന്നാണ് ഇവിടെ നമ്പർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക, പക്ഷേ അതിനനുസരിച്ച് θ1 θ2 θ3 കണ്ടുപിടിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഓരോ എലിമെൻറ്റിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ലോക്കൽ കോർഡിനേറ്റ്സ്. ദെൻ ഇതിൻ്റെ ഗ്ലോബൽ കോർഡിനേറ്റ് മാർക്ക് ചെയ്യുക. R1 R2 R3 R4 R5 R6 R7 ആൻഡ് R7 R8 എന്ന് മാർക്ക് ചെയ്തു. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിസ്റ്റം കോർഡിനേറ്റ്, ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള R5 ആൻഡ് R6 ചൂസ് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള റിയാക്ഷൻ ഉള്ളതുകൊണ്ട്. സോ R5 R6. ഓക്കെ, അവിടെ ആ ഒരു ഫ്രീ എൻഡിലെ രണ്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻസ്. ദെൻ ഇവിടെയുള്ള റോളർ സപ്പോർട്ടിനുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ R7 ആണ്, അത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. സോ R5 R6 ആൻഡ് R7 ആണ് നമ്മുടെ സിസ്റ്റം കോർഡിനേറ്റിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ ഓരോ എലിമെൻറ്റിൻ്റെയും നോക്കുക, നിങ്ങൾ നോക്കിയാൽ മതി മനസ്സിലാവും. ബൗണ്ടറി കണ്ടീഷനൊക്കെ നോക്കുക. ദെൻ ആംഗിൾ കണ്ടുപിടിക്കുക. അതിനുശേഷം KG1 മെട്രിക്സ് KG2 മെട്രിക്സ് കണ്ടുപിടിക്കുക. ദെൻ K മെട്രിക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, R മെട്രിക്സ് കണ്ടുപിടിക്കുക. ദെൻ Q1 ആൻഡ് Q2 Q3 Q4 ഇവിടെ 4 മെമ്പറാണുള്ളത്. Q4 വരെ കണ്ടുപിടിക്കുക. അതിൻ്റെ ഡയഗ്രാം വരക്കുക. ഓക്കെ, ഇത്രയാണുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സെയിം പ്രൊസീജിയറാണ്, ഞാൻ വീണ്ടും പറയേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറയാനായിട്ട്. വേണമെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ ഒന്ന് പറഞ്ഞുതരാം. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എലിമെൻറ്റ് ഏതാണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് എലിമെൻറ്റ്. അപ്പോൾ ഈ എലിമെൻറ്റ് നോക്കുക. 1 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇല്ല. അപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റിൻ്റെത് 0, 2ന് കറസ്പോണ്ടിങ് ആയിട്ടില്ല 0. ദെൻ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് R5 ഉണ്ട്, R5. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് R6 ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് എലിമെൻ്റ് ആയി. ഇനി സെക്കൻഡ് എലിമെൻറ്റ്, ഇതാണ് സെക്കൻഡ് എലിമെൻറ്റ്. സെക്കൻഡ് എലിമെൻറ്റ് നോക്കുക. സെക്കൻഡ് എലിമെൻറ്റിന് ഇത് 1 2 3 4 ആണ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R7 ഉണ്ട്, R7. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇല്ല, 0. ദെൻ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് R5 ഉണ്ട്. ദെൻ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് R6 ഉണ്ട്. ഓക്കെ, ഇനി തേർഡ് എലിമെൻറ്റ്, ഇതാണ് തേർഡ് എലിമെൻറ്റ് ഇത്. അപ്പോൾ ഇതിൻ്റെ 1 2 3 4 1നും 2നും കറസ്പോണ്ടിങ് ആയിട്ടില്ല. സോ 0 0. 3ക്കും 4നും കറസ്പോണ്ടിങ് ആയിട്ട് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് R7 ഉണ്ട്, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 0. ഓക്കെ, നമ്മുടെ ഫോർത്ത് എലിമെൻറ്റ്, ഡയഗണൽ എലിമെൻറ്റ്. അതിൻ്റെ 1 and 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുമില്ല. സോ 0 0 വരും. 3ക്കും 4നും കറസ്പോണ്ടിങ് ആയിട്ട് R5ഉം R6ഉം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ വരുന്നത്. നിങ്ങൾ നോക്കുക എലിമെൻറ്റ് കോർഡിനേറ്റിൽ അതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സിന് 1 2 3 4 എന്ന് പറയുന്ന എലിമെൻറ്റ് കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്തിട്ട് നോക്കുക. ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് 0 0 എന്ന് എടുക്കുക. ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്രയാണ് അതിന് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് അതവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു പ്രോബ്ലമാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഇതിനകത്ത് എക്സ്റ്റേണൽ ലോഡൊന്നുമില്ല. DKൻ്റെ വാല്യൂ നമുക്ക് 3 ആണ് കിട്ടുന്നത്. DKൻ്റെ വാല്യൂ 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്രീ എൻഡ് അല്ലേ, ഈ പിൻ ജോയിൻ ഉണ്ടല്ലോ, ഈ ഫ്രീ എൻഡ്, ആ ഫ്രീ എൻഡിൽ ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യാം, നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ ഈ റോളർ എൻഡിൻ്റെ അകത്തുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷനും നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, എലിമെൻറ്റ് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക. അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ ചെയ്ത് θ കണ്ടുപിടിക്കുക, K മെട്രിക്സ് കണ്ടുപിടിക്കുക. അതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു പ്രോബ്ലം ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ കേസിൽ DK എന്ന് പറയുന്നത് 5 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 5 കിട്ടുമ്പോൾ നമ്മൾ എവിടെയൊക്കെ കൊടുക്കുന്നതാണ് നമ്മൾ അടുത്ത് ആലോചിക്കേണ്ടത്. നമ്മൾ എവിടെയൊക്കെയാണ് ഫ്രീ എൻഡ് ഉള്ളത്, ഫ്രീ എൻഡ് ആയിട്ടുള്ളത് എവിടെയൊക്കെയാണ് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടിലേക്ക് വരുള്ളൂ, അല്ല അതിനുശേഷം നമ്മൾ സപ്പോർട്ടിലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് ഇവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഏതുണ്ടാവുക, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു എൻഡിൽ അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലാണ് ഫസ്റ്റ് എത്തത്. 1 2 ആയി 5 എണ്ണം വേണം. പിന്നെ ഈ ഒരു ഫ്രീ എൻഡ് ഉണ്ടത്
ഇവിടെയാണ് ഫ്രീ എൻഡ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ 3 and 4 അടുത്തത്. അപ്പോൾ 4 എണ്ണമായി. ഇനി ഒന്നുകൂടി വേണം. ഒന്ന് പറയുമ്പോൾ ഈ ഹൊറിസോണൽ റിയാക്ഷൻ 5 അതും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 എണ്ണമാണ് ഇവിടെ സിസ്റ്റം കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇത് ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. സമയം എടുത്തിട്ട് തന്നെ ഈ മെത്തേഡൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. സ്ട്രെസ് അനാലിസിസ് എന്ന് പറഞ്ഞ ഈ പോർഷൻ കുറച്ച് സമയം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ കൂടി കിട്ടുമല്ലോ. നാളെ ഫ്രൈഡേ, സാറ്റർഡേ സൺഡേ കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ആ ദിവസം കൊണ്ട് ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡിൽ പഠിക്കാനുള്ളത്. ബീം അനാലിസിസും ഫ്രെയിം അനാലിസിസും സ്ട്രെസ് അനാലിസിസും വളരെ എളുപ്പമാണ്. ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഫ്ലെക്സിബിലിറ്റി മെത്തേഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. സ്റ്റിഫ്നെസ് മെത്തേഡ് നമുക്ക് എളുപ്പമാണ്. സ്റ്റിഫ്നെസ് മെത്തേഡും ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് നിങ്ങൾ ഒരിക്കലും സ്റ്റിഫ്നെസ് മെത്തേഡും ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡും സ്കിപ്പ് ചെയ്യാനേ പാടില്ല. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്റ്റിഫ്നെസ് മെത്തേഡും ഡയറക്റ്റ് സ്റ്റിഫ്നെസ്സും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഫ്ലെക്സിബിലിറ്റിനെ കുറിച്ച് ആലോചിക്കണ്ടോ. ഓക്കെ, അപ്പം എളുപ്പത്തിൽ പഠിക്കാൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളാണ്. പെട്ടെന്ന് കഴിയുകയും ചെയ്യും സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡിൽ. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ കഴിഞ്ഞു. നമുക്ക് 6th മൊഡ്യൂളാണ്, ഡൈനാമിക്സ് ആണ് എടുക്കാനുള്ളത്. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹോംവർക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം.